താളമേളം റൗണ്ടിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കടക്കണിൻ മിനോണ്ട് എന്ന് പറഞ്ഞ ദാസേട്ടൻ പാടിയ ഒരു സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഉഗ്രൻ പാട്ടാണ്. പാട്ടിന്റെ സെലക്ഷൻ കലക്കി. അപ്പൊ ഇനി അത് സഫാൻ പാടി തകർക്കണം ഇവിടെ. സഫാനെ, ഈ പാട്ട് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെയോ മനസ്സിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. വെറുതെ സഫാൻ ഷഫീഖ് ഈ വഴി വരില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ പറയില്ലേ ഒരു ബിഹൈൻഡ് ദ സ്റ്റോറി എന്തെങ്കിലും ഒക്കെ ഉണ്ടോ കാര്യങ്ങൾ? ഉണ്ട്, വളരെ വളരെ സത്യമാണ് പറഞ്ഞത്. നമ്മൾ ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചിട്ടൊരു കാര്യമില്ല. ശരിക്കും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. വെറുതെയാണ്. എൻ്റെ എത്ര എത്ര ചിക്കൻ ബിരിയാണി, എത്ര എത്ര ഐസ്ക്രീം എല്ലാം അവള് കൊണ്ടുപോയി. പക്ഷെ എന്താ, എന്നെ ഉപേക്ഷിച്ചു. 5-6 കൊല്ലക്കാലം ഞങ്ങൾ പ്രേമിച്ച് നടന്നു, മരം ചുറ്റി പ്രണയിച്ചു, എല്ലാം ചെയ്തു. തിയേറ്ററിൽ കൊണ്ടുപോയി എപ്പോഴും ഓരോ സിനിമ വെച്ച് കാണിക്കാറുമുണ്ട്. പറച്ചില് കേട്ടിട്ട് എനിക്ക് വല്ലാണ്ട് സങ്കടം. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. ആ ക്ഷീണത്തിന്റെ മുഖത്തുണ്ട്. അത്ര മനോഹരമായിരുന്നു നിൽക്കുക ഞങ്ങളുടെ പ്രണയം. എന്നിട്ട് എന്താ, ഞാൻ പാട്ടിലൂടെ അത് കാണിക്കാം. നോക്കട്ടെ എങ്ങനെയാണ്, നോക്കട്ടെ. എന്തായാലും നമുക്കേ പാട്ട് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അപ്പൊ എല്ലാം പറഞ്ഞോളാം. ഓക്കെ. കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൽ മധുരത്തിനൊലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൽ മധുരത്തിനൊലിപ്പിച്ച കണ്ണാളെ, എന്നെ കൊടുക്കിയ പൂമോളെ. അരയെന്നെ പിട പോലെ കുണുങ്ങി നീ നടക്കും, അരളിപ്പൂ മിഴി കൊണ്ട് കവിതകൾ കുറിക്കും, അതു കണ്ട് മനസ്സാകെ പത പത പതയ്ക്കും. അരയെന്നെ പിട പോലെ കുണുങ്ങി നീ നടക്കും, അരളിപ്പൂ മിഴി കൊണ്ട് കവിതകൾ കുറിക്കും, അതു കണ്ട് മനസ്സാകെ പത പത പതയ്ക്കും. കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കരലാട്ടം, പെണ്ണെ അടിവച്ചു കുഴഞ്ഞാടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ മിന്നാട്ടം, മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം. കടക്കണ്ണിൻ മുന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. കുറിമാനം പലതരമായ ചെന്നെ കുടുക്കി, കുളിരൂറും കഥയോരോ ദൂരത്തിട്ട് മയക്കി, ഗുരുത്തം കെട്ടി വെളന്റെ ഉറക്കൂണും മുടക്കി. കുറിമാനം പലതരമായ ചെന്നെ കുടുക്കി, കുളിരൂറും കഥയോരോ ദൂരത്തിട്ട് മയക്കി, ഗുരുത്തം കെട്ടി വെളന്റെ ഉറക്കുണ്ണും മുടക്കി. മനസ്സുള്ളിൽ കുടിയേറി ഓരോ മധുരിത മൊഴി പാടി, നിന്റെ മലർമൊഞ്ചു തികഞ്ഞുള്ള തളിർമെനിക്കിടങ്ങുവാൻ അടങ്ങാത്ത കൊതി കൂടി, അതിനും കാത്തിരിപ്പൊരു വഴി തേടി. കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. സഫാനെ, എന്തോ അപ്പൊ ഇതായിരുന്നു നിന്റെ മൊത്തത്തിലുള്ള പ്രശ്നം. അതെ. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ഒരുപാട് അനുഭവമുള്ള അങ്ങനെ ഒരാളോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞങ്ങൾ ഇതിലിപ്പോ എന്ത് പറയാനാ? അൻവർക്ക, പ്ലീസ് കമന്റ്.
സഫാനെ, എന്തോ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ചോദിക്കട്ടെ. ഫിലു നിന്റെ പ്രേമഭാജനമാണ്, ആണോ? അതെ. ആണ്. അപ്പോൾ കൂടുതൽ അനൻ എന്താണ്, അനൻ്റെ റോൾ എന്താണ്? കൂട്ടുകാരിയാണ് ഞാൻ. എനിക്ക് അവളെ അറിയാം. അവളായിട്ടാണ് എനിക്ക് കണക്ട് ചെയ്ത് തരുന്നത്. എവിടെയോ ഒരാൾ കാണുമല്ലോ. ദൂത് പോച്ചല്ല കിളിയെ ആണ്. ആണ്. അതെ അതെ. ആടാ. പക്ഷെ ആദ്യം വന്ന കൂട്ടുകാരി. അതെ. പക്ഷെ കൂട്ടുകാരി എന്തിനാ പിണക്കം കാണിച്ചേ? പിണക്കം കാണിച്ചില്ല. അല്ല, അവര് ആശയവിനിമയം നടത്തിയതാ. അതാണ്. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചും കൂടെ സമയം എടുത്തേ നമുക്കൊരു തീരുമാനം എടുത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ എന്തായാലും അത് പോയല്ലോ. പാട്ട് ട്രൈ ട്രൈ ചെയ്തെടുക്കുക. അതിനുള്ള പാട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ പാട്ട് തീർന്നിട്ടും ഈ വിഷയത്തിൽ ഒരു തീരുമാനമായില്ല. അതിലൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും ഞങ്ങൾക്ക് വലിയൊരു വിഷമമുണ്ട്. അത് ഞാൻ സാധാരണഗതിയിൽ ഒരു തീരുമാനമാവുന്നതാണ്. ഈ പാർട്ട് 1 ഇപ്പൊ ഈ അവതരിപ്പിച്ച പാട്ട് വെച്ചിട്ട് നീ ഇത് കൊണ്ടാണോ അവള് പോയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഒരു ചർച്ചയിലേക്ക് എത്താം. പറ്റിയെന്നറിയാമോ, ഈ ഇവന്റെ മഞ്ഞ കളർ ഉടുപ്പും പച്ച കളർ പാന്റും കണ്ടിട്ടൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏതോ ഒരു ജോക്കറെന്ന് വിചാരിച്ചു. അതെ, ആയിരിക്കാം. കെട്ടിവൻ എനക്കാത്തി വലിയ ജോക്കറാണ്. അതവന്റെ സമാധാനത്തിന് വേണ്ടി അവൻ ഉണ്ടാക്കിയ മുടിയും വലിയ കോളർ ഷർട്ടും തോള പാന്റും ഇങ്ങനെ അല്ല, ഞാൻ ആലോചിക്കുന്നേ ഇവിടെ ആകെ മൊത്തം 4 പേരേ ഉള്ളൂ. ഈ പറഞ്ഞ ലുക്കൊക്കെ ചേർന്ന് വരുന്ന ഒരാളാരാന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇനി പാട്ടിലേക്ക് വരാം. എല്ലാ സംഭവങ്ങളൊക്കെ ഓക്കെ, കളറായി. പാട്ട് നല്ല സുന്ദരമായ ബാപ്പുക്കാൻ്റെ സുന്ദരമായ വരികളാണ്. ഔക്കാക്കാൻ്റെ മ്യൂസിക്, ദാസേട്ടൻ പാടി തകർത്ത പാട്ട്, മനോഹരമായിട്ട് പാടി. ഇതിൽ ഒരു സ്ഥലത്ത് മാത്രം എന്നെ കുടുക്കിയ പൂമോളെ, അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മക്കളും മൊത്തം പാടി ഇങ്ങനെയാണ് പാടിയിരിക്കണം. അടുത്ത സ്ഥലത്തും അനുവല്ലവില അങ്ങനെ തന്നെ. ആ ഭാഗങ്ങൾ വരുന്ന സ്ഥലത്തെല്ലാം ഒരു നിൻ്റെ സേഫ് സോണിൽ നീ അങ്ങ് പാടിപ്പോയി. ഇങ്ങനെ ഒരു ചേഞ്ച്, കറക്റ്റ് ശ്രുതി, അങ്ങനെയാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഈ സംഗതികൾ അഡ്ജസ്റ്റ്മെൻറ്റ്, തീരെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകണ്ട. കറക്റ്റ് സംഗതികൾ പരമാവധി വരുത്താൻ നോക്കുക കേട്ടോ. മുട്സ് ചെറുതായിട്ട് ഇങ്ങനെ സ്ലോ ആക്കി കേട്ടപ്പം അങ്ങനെ തോന്നി. കാരണം അങ്ങനെ പഠിച്ച് അല്ല, നല്ലപോലെ കേട്ടാൽ മതി. അപ്പോൾ അത് അങ്ങനെയാണ് ദാസേട്ടൻ പാടിയിട്ടുള്ളത്. അത് നമുക്ക് ഈസിയായിട്ട് പാടാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ആ ഒരു സംഗതി മാത്രം. ബാക്കി പാടിയതൊക്കെ ഓക്കെ, നന്നായിട്ട്. താങ്ക് യു സോ മച്ച്. സഫാൻ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. നന്നായിട്ട് പാടി, നല്ല പഞ്ചുണ്ടായിരുന്നു പാട്ടിൻ്റെ. ആ ഒരു സംഗതി ഒഴിച്ച് അതും അങ്ങനെ എനിക്ക് തോന്നുന്നു സഫാൻ സാധാരണ അങ്ങനെ കൃത്യം അങ്ങനെയൊന്നും നോക്കിയല്ലല്ലോ. നിൻ്റെ ഒരു കംഫർട്ടബിൾ സോണിലല്ലേ പാടുന്ന സംഗതി. പക്ഷേ ഇത് ആ ഒരു വൈബ്രേഷൻ ഇല്ലാണ്ട് പാടി അല്ലേ? ആ ഒരു നിൻ്റെ സ്ഥിരം വൈബ്രേഷൻ ഈ ഒരു സംഗതിയിൽ വന്നില്ല. ഇത് അതുകൊണ്ടാണ് അറ്റാ കൃത്യം വീണത്. അതുകൊണ്ടാണ് അത് കൃത്യം മനസ്സിലായത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, പോണവര് പോട്ടെ, എന്തിനാ അതിന്റെ പുറകെ പോന്നേ? നിന്നെ വേണ്ടാത്തതിന് നിനക്ക് ആവശ്യമില്ലല്ലോ. ചെറിയൊരു നോവ്, ഒരു കട്ടൻ ചായ കുടിച്ചാൽ മതിയടാ. പ്രതികാര ബുദ്ധിയോട് നിൽക്കുകയാണ്. റൊട്ടിയാക്കുമെന്ന് പറഞ്ഞേക്കണേ. ഞാന് അതെ, ഞാനപ്പോ ഇനി ഒന്നും പറയുന്നില്ല. അപ്പൊ അടുത്ത എഡിഷൻ ഉണ്ടല്ലോ, കാണാം അപ്പൊ നമുക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്.